സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകരാജ്യങ്ങളിൽ ഇരുന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പ്രത്യേകാൽ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഈ ചാനലിൽ കൂടെ വരുന്ന എല്ലാ പ്രോഗ്രാമും കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അല്പനിമിഷം ഈ വിശുദ്ധമായ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. 103 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ തിരിക്കുന്നു. 103 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 4 വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. 4 വാക്യം, പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഈ 4 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ. ആമേൻ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവസന്നിധിയിൽ വളരെ ആമേൻ സ്തോത്രം നന്ദി കരേറ്റുന്ന ഒരു സങ്കീർത്തനമാണ്. നന്ദി കരേറ്റുന്ന സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവം ദാവീദിന് ചെയ്ത സകല നന്മകൾക്കും ആമേൻ ഒരു നന്മ പോലും ദാവീദ് വിട്ടുപോകാതെ ആമേൻ ഈ കർത്തൃ ദിവസത്തിൽ ആമേൻ ദാവീദിന് ദൈവം കൊടുത്തിരിക്കുന്ന സകലത്തിൻ്റെ മേലുള്ള ഒരു ജയത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മെ ആമേൻ സ്തോത്രം പ്രബോധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ വായിക്കുന്നത്, അവൻ തൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവപൈതലെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. സ്തോത്രം. സ്വന്തം രക്തം കൊടുത്ത് കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ ദാവീദ് പറയുകയാണ്, കാട്ടിക്കിടന്ന എന്നെ ആമേൻ തൻ്റെ ദയ കൊണ്ട് എന്നെ വീണ്ടെടുത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുകയാണ്. 1 വാക്യം പറഞ്ഞു, എൻ മനമേ, നോക്കിക്കേ, ആമേ, എൻ്റെ മനമേ, എൻ്റെ മനസ്സേ, പ്രൈസ് ദി ലോർഡ്, യഹോവയെ വാഴ്ത്തുക. കണ്ടോ? ആമേൻ. എൻ്റെ മനസ്സേ, നീ എന്ത് ചെയ്യണം? യഹോവയെ വാഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ ചില നാളുകളിൽ എനിക്ക് വേണ്ടി ചെയ്ത സകല നന്മകൾക്കും ഞാനിന്ന് ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ ഞാൻ ദൈവത്തിന് കൊടുക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ വചനം പറയും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ആമേൻ. എൻ മനമേ, അപ്പം എൻ്റെ മനസ്സേ ആമേൻ യഹോവയെ വാഴ്ത്തുക. പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആമേൻ നമ്മൾ ഹൃദയംഗമായി മനഃപൂർവ്വം ദൈവത്തെ വാഴ്ത്താറുണ്ടോ? ആരും നമ്മെ ആമേൻ പ്രോത്സാഹിപ്പിക്കാതെ, ആരും നമ്മെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മെ നിർബന്ധിക്കാതെ നമ്മൾ ദൈവത്തെ വാഴ്ത്താറുണ്ടോ? എങ്കിൽ അതിൻ്റെ മഹത്വം ഇന്ന് നിന്റെ കൂടാരത്തിൽ നീ അറിയാൻ പോകുക. അടുത്ത് പറയുന്നത്, യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ സർവ അന്തരംഗമേ, സ്തോത്രം, എൻ്റെ എൻ്റെ ശരീരത്തിലെ സകല അവയവങ്ങളും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തെ വാഴ്ത്തുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവത്തെ എത്രത്തോളം നന്ദി കൊടുത്താലും ദാവീദിൻ്റെ ജീവിതത്തിൽ അതൊരു നഷ്ടമല്ല. കാരണം ദാവീദിന് വേണ്ടി ദൈവം തൻ്റെ രക്തം മറുവിലയായി കൊടുത്തു. ഹല്ലേലൂയ. ദാവീദിന് സ്വന്തം രക്തം മറുവിലയായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ്റെ നാശത്തിൽ നിന്ന് അവനെ വിടുവിച്ചിരിക്കുക, വീണ്ടെടുത്തിരിക്കുക. ആമേൻ. നാശത്തിൽ നിന്ന്, നശിച്ചു പോകേണ്ട സമയത്ത്
ഒന്നുമല്ലാതെ ആമേനായി പോകേണ്ട സമയത്ത്, ആമേൻ, വ്യക്തികൾ വ്യക്തിവൈരാഗ്യം തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആമേൻ, നമ്മെ തകർത്തു കളയാൻ ഒരു കൂട്ടം പേർ ചെന്നായ്ക്കളെ പോലെ ചാടി വീഴുന്ന സമയത്ത് ദാവീദിനെ വീണ്ടെടുത്തൊരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന മഹാ അത്ഭുതങ്ങളെ നമുക്ക് ഹല്ലേലൂയ നോക്കിക്കഴിഞ്ഞാൽ, ആമേൻ, 5-ാമത്തെ സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് ദാവീദ് 5-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കിതാണ്: യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. രക്തം ജയം. ഇന്ന് പകൽക്കാലം, ആമേൻ, ഈ വർഷത്തിൻ്റെ പ്രാരംഭ മാസം ജനുവരി 18-ാം തീയതി സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ആമേൻ, നീതിമാനെ അനുഗ്രഹിക്കും. അടുത്ത് പറയുന്നത്, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. കണ്ടോ, ദാവീദിന്റെ ജീവിതത്തിനകത്ത്, ആമേൻ, ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നു. ആമേൻ, രാജാക്കന്മാരിൽ, ആമേൻ, ഗോലിയാത്ത്, ശൗല് തുടങ്ങിയ വ്യക്തികൾ ദാവീദ് വിരോധമായി കരങ്ങൾ ഉയർത്തുമ്പോൾ, സ്വന്തം മകനായ അബ്ശലോം തൻ്റെ പട്ടാള ഭരണത്തിൽ കൂടെ ദാവീദിനെ നശിപ്പിക്കാൻ, ദാവീദിൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടം പേർ പല രാജ്യത്തു നിന്നും കളയാൻ മുൻപിലോട്ട് വന്നു. അവിടെയൊക്കെ ദൈവം ദാവീദിനെ പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് ദാവീദിനെ മറച്ചു ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിച, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ വാഴ്ത്തത്വങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം, ഇതെല്ലാം ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ആമേൻ നിറഞ്ഞു നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ 56-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിക്കുന്നല്ലോ. ഹല്ലേലൂയ. കണ്ടോ അവിടെ വായിച്ചത്, ഞാൻ ആമേൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്. ഏതിന്റെ പ്രകാശത്തിൽ? ജീവന്റെ പ്രകാശത്തിൽ. ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് പറ, ഇന്ന് പ്രഭാതത്തിൽ നീ നടക്കുന്നത് ജീവന്റെ പ്രകാശത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവനില്ലാത്ത പ്രകാശവും ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ദാവീദിന് പറയണ്ടായിരുന്നു, ഈ പ്രകാശം ഏതാ, ഈ പ്രകാശത്തിന്റെ ഉദ്ദേശം എന്താ, ഈ പ്രകാശത്തിന്റെ ആഴമെന്താ, ഈ പ്രകാശം എന്താണ് പരത്തുന്നത്? വേദനയുടെ പ്രകാശമാണോ? ദുഃഖത്തിന്റെ പ്രകാശമാണോ? കാരാഗ്രഹത്തിന്റെ പ്രകാശമാണോ? സങ്കടത്തിന്റെ പ്രകാശമാണോ? മരണത്തിന്റെ പ്രകാശമാണോ? രോഗത്തിന്റെ പ്രകാശമാണോ? പ്രശ്നങ്ങളുടെ പ്രകാശമാണോ? പരിഹാസത്തിന്റെ പ്രകാശമാണോ? നിന്ദയുടെ പ്രകാശമാണോ? ഏതാ ഈ പ്രകാശം എന്നെ ചുറ്റിവളയുന്നത്? ദാവീദ് മനസ്സിലാക്കി. ആമേൻ. ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്. കണ്ടോ? ഹല്ലേലൂയ. ഒരു അഭിഷത്തിന് വിരോധമായി, ഒരു അഭിഷത്തേക്ക് വിരോധമായി ആയിരക്കണക്കിന് പ്രകാശങ്ങൾ ഓരോ ദിവസവും ചുറ്റിവളയും. പക്ഷെ അതിനകത്ത് നിന്ന് നിന്റെ ജീവന്റെ പ്രകാശത്തിനകത്തിന് തൊടാൻ അധികാരം ഒരു ശത്രുവിനുമില്ല. ആമേൻ. ഇന്ന് പകലിൽ എന്തോ ആത്മാവ് വളരെ ശക്തമായി ഇടപെടുകയാണ്.
ആത്മാവിന്ന് പകൽക്കാലം വളരെ ശക്തമായി ആരോടൊക്കെ സംസാരിക്കുക. ആമേൻ, സ്തോത്രം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചകളിൽ നിന്നും വിടുവിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. വിടുവിച്ചുവല്ലോ. ഇന്ന് പകൽക്കാലം അതാണ് നന്ദി കരയറ്റുന്നത്. അതാണ് നന്ദി കരയറ്റുന്നത്. അതാ ഇവിടെ സങ്കീർത്തനം പറയുന്നത്. ആമേൻ, സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്നാൽ 4-ാമത്തെ വാക്യം പറയുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് 5-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ദൈവം നിനക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവന്റെ പ്രകാശത്തിൽ, ജീവന്റെ പ്രകാശത്തിൽ, ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ, അതെ, നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ, നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ, യുദ്ധക്കളത്തിൽ നിന്ന് തോറ്റുപോകാതെ ക്ഷേമത്തോടെ പരിപാലിക്കുന്നവൻ ഇന്ന് പകലിൽ നിന്റെ മധ്യത്തിലുണ്ട്. കണ്ണുകളടയ്ക്കാം ദൈവസന്നിധിയിൽ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടത് നീ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ലോകരാജ്യങ്ങളിൽ ആമേൻ, പല പട്ടണങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യമാക്കണം. രോഗത്തിന്റെ പ്രകാശത്തിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരണം. ശാപത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. ആമേൻ, ദുഃഖത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. നിരാശയുടെ പ്രകാശത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുമാറാകണം. ഇന്ന് പകലിൽ ഒരു ജീവന്റെ പ്രകാശത്തിൽ അവർ പ്രകാശിപ്പാൻ സ്വർഗം സഹായിക്കണം. കൃപയിൽ പൊതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.